അയ്യോ അയ്യോ കള്ളൻ 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 ഞങ്ങൾ അപ്പച്ച. എന്റെ പൊന്നെ, നിങ്ങൾ പണ്ടാറങ്ങളായിരുന്നാ ഇത്ര രാവിലെ ഇവിടെ വന്ന് വാതിക്കോ കെട്ടിയിരിക്കണത്? അയ്യോ, ഞങ്ങളാ പത്രക്കാരനെ കാത്തു നിക്ക അപ്പച്ച. ആണാ? എന്താണ് ഇത്ര വിശേഷം കാലത്ത്? അയ്യോ, അപ്പൊ പിന്നെ കാര്യം അറിയത്തില്ലേ? അപ്പൊ നമ്മുടെ കുഞ്ചാക്കോവന്റെ പത്രത്തിൽ ഇന്ന് ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിലേ ആ ഭാഗ്യവാന് കുഞ്ചാക്കോവന്റെ കൂടെ നമുക്ക് അമേരിക്കയിലേക്ക് പറക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കണ ഫോട്ടോ എടുക്കാം. എന്നിട്ട് അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിനിമാ നടി ശോഭനയുടെ കൂടെ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ആണോ? ഞാൻ കഴിക്കാല്ലേ എന്റെ പൊന്നു മോളെ. ഇപ്പൊ എന്താ ശോഭനക്ക് സിനിമയൊന്നും ഇല്ലേ? ഭക്ഷണമൊന്നും കഴിക്കല്ലേ? ഒരു കാര്യം പറയാം, എന്റെ 5 വിസ മുടക്കി ഇവിടെ യാതൊരു ഭക്ഷണം ഉണ്ടാക്കൂല, ഫോട്ടോ എടുക്കൂല, കേറി പോടി അകത്ത്. അവന്റെ ഒടുക്കത്തൊരു പിശുക്ക്. എന്നാലും എവിടെ പോയത്? അവറാച്ചോ, എടാ അവറാച്ചോ. എന്താണപ്പാ കാലത്തന്നെ മനുഷ്യൻ ശല്യപ്പെടുത്താനാണോ? എന്താണ്? എടാ പൊന്നു മോനെ, ഇവിടെ കിടന്ന് നിനക്കൊരു സാധനം കിട്ടിയ? എന്ത് സാധനം? എന്ത് സാധനം? ഇല്ല കിട്ടിയ ഇല്ല. എടാ അപ്പൊ എന്താന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നീ നുണ പറഞ്ഞാണ്ടല്ല നിന്റെ ഈ തല പൊട്ടിത്തെറിക്കും. ദൈവമേ, അപ്പ ഞാൻ അറിഞ്ഞിട്ടില്ല. മേരീനെ വിളിക്കണ്ട. മേരി എന്താ അപ്പച്ച? ഞാൻ വന്ന മോളെ, ഇങ്ങോട്ട് വന്നേ. കാലത്തന്നെ ശല്യം ഉണ്ടാക്കി മോളെ, അപ്പന്റെ ഒരു സാധനം ഇവിടെ കളഞ്ഞു പോയി. ഓക്കെ കിട്ടിയ? എന്താ അപ്പച്ചനെ കളഞ്ഞു പോയത്? എനിക്കൊന്നും കിട്ടിയില്ല. ഇന്ന് ഇവിടെ അടിച്ചു വാരിയ. ഞാൻ തൂത്തുവാരിയായിരുന്നു. എവിടെയാണ് കളഞ്ഞത്? ദേ ആ മൂലക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ആണാ? എന്നാ ഞാൻ കണ്ടുപിടിച്ചോളാം. അതെ, അപ്പന്റെ സ്വർണ്ണപ്പല്ലായിരിക്കും പോയേക്കണത്. അതാണ് അപ്പൻ ഈ അന്വേഷിച്ച് കിടക്കണത്. എനിക്ക് കിട്ടിയാലേ ഞാൻ കൊടുക്കത്തില്ല തിരിച്ച്. കൊടുക്കണ്ട. അല്ല, എത്ര പവൻ കാണും ചേട്ടാ? അതൊരു 2-2.5 പവനോളം കാണാൻ ചാൻസ് ഉണ്ട്. ആണോ? എന്നാലേ നമുക്ക് ആ കടപ്പുറം ഫിനാൻസിൽ കൊണ്ടുപോയി വെച്ചാലില്ലേ 4 വർഷം കഴിയുമ്പോ 8 പവനായിട്ട് തിരിച്ചു കിട്ടും. അമ്പടി നിന്റെ ബുദ്ധി. കിട്ടിപ്പോയി കിട്ടിപ്പോയി. എന്ത് കിട്ടിപ്പോയി? അയ്യേ, ഈ ബീഡിക്കുറ്റിക്ക് വേണ്ടിയാണ് അപ്പൻ ഞങ്ങളെ കാലത്ത് തന്നെ ശല്യപ്പെടുത്തിയത്. മോനെ, ഈ വീടിക്കുട്ടിയുടെ പിന്നിലും ഒരു കഥയുണ്ട്. ഈ ബീഡിക്കുട്ടിയുടെ പിന്നിൽ ഒരു കെട്ടുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ കഥയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയാം. ഈ കാണുന്ന വസ്തുക്കളെ കണ്ടല്ല ഞാൻ തുപ്പല കുടിച്ചാ ഉണ്ടാക്കിയത്. അയ്യോ, അപ്പൊ അപ്പച്ചന് വെള്ളമൊന്നും കിട്ടിയില്ലായിരുന്നോ കുടിക്കാനായിട്ട്? നമ്മുടെ കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് കോരി കുടിക്കായിരുന്നില്ലേ? ഇനി അതും പറ്റില്ലെങ്കിലേ അതോട്ടെടുത്ത് ചാടിക്കോ അപ്പച്ച, സുഖമായിട്ട് വെള്ളം കുടിക്കാം. ഞാൻ ആ കിണറ്റിൽ ചത്തട്ട് വേണം എന്റെ സ്വത്തൊക്കെ നിനക്ക് തട്ടിയെടുക്കാൻ. ഓടിയാ വരുന്നത്. ചേട്ടൻ അറിയോ, നമ്മുടെ നാൻസി മോൾക്ക് വരുന്ന കല്യാണാലോചന മുഴുവൻ മുടക്കുന്നത് ഈ നിൽക്കുന്ന നിങ്ങളുടെ അപ്പച്ചനാ. എടീ, ആര് പറഞ്ഞു? ആര് പറയാനാ? ഈ കരക്കാര് മൊത്തം പറയുന്നുണ്ട്. ആണോ? എന്താ ഞാൻ മുടക്കും. എന്റെ കയ്യിലെ 10 പൈസ കൊടുത്ത് നിന്റെ മക്കളെ കെട്ടിച്ച് അങ്ങനെ സൂചിക്കണ്ട. അപ്പച്ചന് ഭ്രാന്താണ്. എന്താണ്? അല്ല, അവർക്ക് ഭ്രാന്താണ്. അങ്ങനെ അവള് പറയണൊന്നും കാര്യമാക്കണ്ട. ഇല്ല. അതായത് അപ്പച്ച, നമുക്ക് വേളാങ്കണ്ണിയിലൊക്കെ ഒന്ന് പോയി ഊട്ടിയിലൊക്കെ ഒന്ന് കേറി ആ കൊടേക്കരാലൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് പൊളിച്ച് തകർത്ത് ഇങ്ങോട്ട് പോന്നാലാ? എന്റെ പൊന്നെ മോനെ, അപ്പന് കുളിരി കുറഞ്ഞടാ. ഇപ്പഴാണ് നീ എന്റെ മോനായത്. എടാ മോനെ, നമ്മള് മാത്രം നോക്കണ്ട, നമ്മുടെ വീട്ടിലെല്ലാവരും, പിന്നെ ഇതായിരിക്കണ നമ്മുടെ ജോസഫേട്ടനില്ലേ, ആ ജോസഫേട്ടൻ, അപ്പുറത്തെ ഇരിക്കുന്ന റാണി ചേച്ചി, അവരെല്ലാവരും കൂടെ കൂട്ടിക്കോ. അത് ശരി. പിന്നെ അപ്പന്റെ പണ്ടത്തെ കമ്പനിക്കാരല്ലേ അവര് കേക്കണ്ട. പിന്നെ ഇതിന്റെ ചെലവിലേക്ക് ഒരു 10 രൂപ ഞാൻ തന്നെ. അപ്പന്റെ ഒരു പിച്ചത്തരം. അപ്പ അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് തരാനുള്ള സ്വത്തിന്റെ കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാവണം. ആണാ? എടാ മോനെ, ഇതിനു വേണ്ടിയാണ് നീ എന്നെ കൊടൈക്കനാലിലും ഊട്ടിയിലൊക്കെ കൊണ്ടുപോയത്. എടാ, അത് പറയാനാണെങ്കിൽ നമുക്ക് പാലാരോട്ടം ജംഗ്ഷനില കുമ്പളം പാലത്തിന്റെ അടിയില അവിടെ നിന്ന് സംസാരിച്ച പോരായിരുന്നാ? അല്ലപ്പ, എന്റെ സ്വത്തിന്റെ കാര്യം, എനിക്ക് കിട്ടാനുള്ള വീതത്തിന്റെ കാര്യം പറ. ഓ, അതപ്പം മറന്നുപോയി. ഇങ്ങോട്ട് വന്നേ. നമ്മുടെ ഹൈവേയുടെ അരികിൽ കിടക്കണ 2 ഏക്കർ സ്ഥലവും പിന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും നമ്മുടെ വടക്കേല തോമാസിന്റെ ആണ്. അവൻ തരുമെങ്കിൽ നീ എടുത്തോ. അപ്പ അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് കിട്ടാനുള്ള അവകാശം. ഓ, അതപ്പം മറന്നുപോയിട്ടാ മോനെ. ഒരു പണി ചെയ്യാം. അപ്പന്റെ പേരിൽ കിടക്കണ 50 സെന്റില് 30 സെന്റ് എനിക്ക്, 20 സെന്റ് നിനക്ക്. ഈ കുഴിയിലോട്ട് കാലം നീട്ടിയേക്കണ അപ്പനെന്തിനാ 30 സെന്റ്? എനിക്കല്ലേ ജീവിക്കേണ്ടത്, എനിക്ക് തരാൻ പാടില്ലേ? പൊന്നു മോനെ, നിന്റെ കാലശേഷം എനിക്കും ജീവിക്കണ്ടേ? അല്ലൊരു പണി ചെയ്യാം. എന്റെ കാലശേഷം
ഈ 50 സെന്റും നിന്റെ പേരിലേക്ക് എഴുതി തരാം. കാലാ എന്താ? അല്ല ശേഷം തരുള്ളൂ പറഞ്ഞാണ്. പാല്, 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 പാല് 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 പാല്, പാല് വന്നടി പാല്. ആൾക്കാരോ കുഞ്ഞപ്പച്ചാ, സുഖാണോ? പിന്നെ ഭയങ്കര സുഖലാണ്. എന്താണ് ക്ലാസ്സിൽ കാലത്ത് തന്നെ? കാലത്തല്ല കാലത്ത് ഒരു കട്ടൻ ചായ അടിക്കടാ. ഡ്രൈ ആയിട്ടാണ് അടിയില്ലേ? കട്ടൻ ചായ ഡ്രൈ ആയിട്ട് അങ്ങനെ അടിക്കണത്? അത് അല്ല, ഞാൻ ഡ്രൈ ഡേ ആരും ചോദിച്ചതുള്ളൂ കേട്ടോ. ഫ്രൈഡേ ഫ്രൈഡേ എന്ന് കേട്ടിട്ടുണ്ട്. ഈ ഡ്രൈഡേ എന്ന് ഞാൻ ആദ്യമായിട്ട് വെക്കാണ്. ഡ്രൈ ഡേ എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല 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 ഇല്ല. അതായത് നമ്മള് ബിസ്കി വെള്ളം ചേർത്ത് കഴിച്ചാൽ കണ്ണു പോകും, റമ്മ് വെള്ളം ചേർത്ത് കഴിച്ചാൽ ചങ്ക് പോകും, വൈന് മറ്റുള്ള സാധനങ്ങളൊക്കെ വെള്ളം ചേർത്ത് കഴിച്ചാൽ കിഡ്നി പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കരുത്. അങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് കഴിക്കുന്ന ഡ്രൈ ഡേ എന്ന് പറയുന്നത് ആൾക്കാരായിട്ടാണ് പുതിയ പേരാലിപ്പിച്ച കൊള്ളാട്ട ഒരു ഇത്തിരി പാലിങ് വെച്ചടാ. എന്റെ മരുമോണ്ടല്ല കട്ടൻ ചായ തരൂ. പാലൊക്കെ ഭയങ്കര വില, വെറുതെ ആക്രാന്തം കാണിക്കാം. അവൾക്ക് കുടുംബേ ഇത്തിരി കുറച്ച് കൊടുത്താ വെച്ചടാ. ആ പിന്നെ എന്റെ മരുമോളല്ല ശരിയല്ലടാ അവള്. ശരിയല്ല അവളല്ല. വായിലിരിക്കണ കേക്ക് വാലിൽ കേക്കല്ല, ഇത്രോടെ നാക്കാണ്. നാക്ക് നാക്ക് ഇന്നലെ ഇന്നലെ എന്റെ മരുമോൻ അല്ല എന്റെ മോൻ ഇത്രയുള്ള ഒരു മീൻ മേടിച്ചോണ്ട് എന്റെ ഈ മരുമോള് കറി വെച്ചാണ്ടല്ല. ഓ കുടപ്പടിയൊക്കെ ഇട്ടാണ് കറി വെച്ചാണ്ടല്ല. വായിന്നെങ്കിലും വെള്ളം ഇങ്ങനെ പോലും. ഓ അല്ലേ മോളെ ഇന്നലെ മീൻകറി. ഇന്നലെ മീൻകറി നമ്മുടെ വീട്ടില്. ഒന്ന് പോ അപ്പച്ച അവിടുന്ന്. പാല് വെച്ചത് സാമ്പാർ അപ്പച്ചനുണ്ടെങ്കിൽ മതി കുടുംബം നോക്കാൻ. അല്ല ചേട്ടാ, ഇതെന്തുവാ പാലിൽ നിങ്ങൾ വെള്ളമൊന്നും ചേർക്കാറില്ലേ? ഭയങ്കര കൊഴുപ്പാണല്ലോ. എന്റെ ചേച്ചി, അല്ലിട്ട് പാലിന് എത്രാശ? 20 രൂപ. അല്ലിട്ട് വെള്ളത്തിന് എത്രാശ? 20 രൂപ. ആണല്ലോ. പിന്നെ ഇത്രയും വില കൊടുത്താൽ അല്ലെ വെള്ളം ചേർക്കും ഇതിനകത്ത്. ഏട്ടൻ ഇന്ന് ലോട്ടറി നോക്കാൻ വന്നല്ലേ? പത്രം ഇവിടെ കിടക്കുമ്പോൾ ഞാൻ ലോട്ടറി നോക്കാൻ വേറെ വീട്ടിൽ പോകേണ്ട കാര്യമുണ്ടോ? ഞാൻ കാത്തിരിക്കായിരുന്നു. ഓഹോ. ഏട്ടാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് ഏട്ടന് അറിയോ? ഇന്നത്തെ ദിവസം ഏതാ? ആഗസ്റ്റ് 2. ഓ, ജോർജ് കുട്ടിയും കുടുംബവും തൊടുപുഴയിൽ ധ്യാനത്തിന് പോയ ദിവസം അതല്ലേ? ഓ അതല്ല, ഏട്ടൻ ഇവിടെ ലോട്ടറി നോക്കാൻ വന്നിട്ട് ഇന്നേക്ക് 2 വർഷവും 2 മാസവും 2 ആഴ്ചയും 2 ദിവസമായി. ഏട്ടനൊന്നും മിണ്ടാത്തെ? അല്ല, വാക്കുകൾ മരിക്കുമ്പോൾ കണ്ണുകൾ പ്രവർത്തിക്കുന്നു, കണ്ണുകൾ മരിക്കുമ്പോൾ ഹൃദയം പ്രവർത്തിക്കുന്നു, ഹൃദയം മരിക്കുമ്പോൾ മൂക്കിൽ പഞ്ഞി വെക്കേണ്ടി വരും. ഏട്ടനറിയോ, ഞാൻ ഏട്ടൻ കളഞ്ഞ എല്ലാ ലോട്ടറി ടിക്കറ്റും എടുത്തിങ്ങനെ സൂക്ഷിച്ചു വെക്കും. പൊന്നെ, പെരിയാറിന്റെ തീരത്ത് നിൽക്കുന്ന ധനശ്രീയാണ് നീ. എന്റെ ഭാഗ്യനിധിയാണ് നീ. എന്റെ എല്ലാമാണ് നീ. എന്റെ സൗപർണികയാണ് നീ. എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അക്ഷയ പാത്രമാണ് നീ. ഒന്ന് വിട്ടുപോയല്ലോ. അതേതാണ്? തിങ്കളാഴ്ച നറുക്കെടുക്കണ പൗർണമി. ഏട്ടാ, ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കണേ. പിന്നെ അപ്പാപ്പന് കുളിക്കാൻ വെള്ളം ചൂടാക്കാനാ. കള്ളി, നീ ആള് ഭയങ്കര കള്ളിയാണെന്ന് എനിക്കറിയാം. ഏട്ടാ, കുറച്ച് ദിവസം ഞാൻ ഏട്ടനോട് ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട്. ചോദിച്ചു? ഏട്ടൻ ആരോടും പറയരുത്. ഇല്ല, ആരോടും പറയൂല. അച്ഛനോടും അമ്മയോടും ഒട്ടും പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ചോദിക്കട്ടെ? ചോദിച്ചു. പെട്ടെന്ന് പറ, എന്റെ ഹൃദയം തുടിക്കുന്നു. എനിക്ക് തനിക്ക് 50 രൂപയുടെ റീചാർജ് കൂപ്പൺ വാങ്ങി തരുമോ? എന്റെ അമ്മോ, 250 മെസ്സേജ് ഫ്രീ ഉണ്ട് അതില്. 100 മെസ്സേജ് ഞാൻ അഴിച്ചോളാം. ഓ, ഒറ്റ നമ്പറിലൊരു ബമ്പർ പോയല്ല എന്റെ പൊന്നോ. ഏട്ടോ, എന്താണ് ഇവിടെ കിടന്നൊരു ചുറ്റിക്കറങ്ങല്? ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആൻസിമോള് പറഞ്ഞ് ചേട്ടന് ജലദോഷമാണ്, പനിയാണ്. എന്നിട്ട് ജലദോഷം മാറിയാ? ജലദോഷം മാറി, പക്ഷെ നീ ഈ വീട്ടിൽ കയറി ഇറങ്ങുന്ന പേര് ദോഷം അത് മാറിയിട്ടില്ല. അതെ. എടാ, നീ ഇങ്ങനെ താടി മുടിയൊക്കെ വളർത്തി ഇവിടെ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? എടാ, നിനക്കൊരു പെണ്ണ് കെട്ടേണ്ട മോനെ. ഈ ലോട്ടറി ഒന്ന് അടിച്ചോട്ടെ, നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ കെട്ടും. അതുമല്ലേ ചേട്ടാ, എനിക്ക് എന്റെ ഒരു സങ്കല്പമുണ്ട്. സ്ത്രീ എന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നല്ല തക്കാളി പോലത്തെ കവിളുകൾ, പടവലങ്ങൾ പോലത്തെ നല്ല മിഴുമിഴുക്കുള്ള കൈകൾ, നല്ല വെണ്ടക്ക പോലെയുള്ള വിരലുകൾ, ഈ മത്തങ്ങ ഇങ്ങനെ ചെത്തിയെടുത്ത് വെച്ചിട്ട് പോലത്തുള്ള ചുണ്ടുകൾ, അതൊക്കെയാണ് എന്റെ മനസ്സിൽ. അപ്പൊ നിനക്ക് പെണ്ണല്ല ആവശ്യം, 30 രൂപയുടെ സാമ്പാർ കിറ്റ് അല്ലേ? പത്രം വന്നില്ല.
അയ്യോ, പത്രം വന്ന് ഇതിലുണ്ടാവും. ഞാൻ നോക്കട്ടെ. നോക്കട്ടെ, നിക്ക്. പത്രം വന്ന് ഇത് ഞാൻ നോക്കിയിട്ട് ഓട്ടയെന്ന് പറഞ്ഞ അമ്പലം. അമ്മച്ചി, ദേ എന്റെ പത്രത്തിലെ കുഞ്ചാക്കോ ബോബന്റെ ഫോട്ടോ. കാണിക്ക് മോളെ. എടി മോളെ കാണിക്ക് മോളെ. മോളെ കാണിക്ക്. കാണിക്ക് മോളെ. മോളെ. ഡി. കുഞ്ചാക്കോ ബോബൻ. അമ്മച്ചി, ദേ നോക്കി കുഞ്ചാക്കോ ബോബൻ. ഞാൻ കുഞ്ചാക്കോ ബോബന്റെ കൂടെ അമേരിക്കയ്ക്ക് പോവും. അപ്പച്ചാ, ഞാൻ കുഞ്ചാക്കോ ബോബന്റെ കൂടെ അമേരിക്കയ്ക്ക് പോവും. ചാക്കോച്ചനായിട്ട് ഞാൻ. ആരുടെ കൂടെയൊക്കെയാണ് നീ പോണത്? ഇതൊരു പിടുത്താക്കിട്ടല്ല. എടാ അപ്പച്ചാ, കുഞ്ചാക്കോ ബോബനും ചാക്കോച്ചനും ഒന്ന് തന്നെയാ. അതെ. എടി, നിന്നെ ഒറ്റക്ക് വിടാൻ പറ്റൂല. അമ്മച്ചി, പറ്റൂല. ചേട്ടാ, ബോബനാള് നല്ല. അല്ല, ബോബനാള് നല്ലതാണ്. പക്ഷെ ഇവള് എടി പേപ്പറിങ് തന്നെ കേറി പോടിയകത്ത്. അമ്മച്ചി, അവളുടെ ഒരു നീ എന്താണ് വായി നോക്കിക്കുന്നത്? പോടോ. ലോട്ടറി നോക്കാൻ. ലോട്ടറി പോയിക്കോവരേക്ക് അവിടുന്ന്. ആ ചേട്ടാ, നമുക്കേ ഒരു കാര്യം ചെയ്താലോ? എന്താണ്? ചേട്ടന്റെ അപ്പച്ചനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അമേരിക്കയിലേക്ക് നമ്മുടെ അപ്പച്ചനെ അങ്ങ് തട്ടിയാലോ? ആ, അപ്പച്ചനെ നമുക്ക് അമേരിക്കയിലേക്ക് കിടക്കാം. അത് ശരിയാണ്. അത് ഈ വിവരം അപ്പച്ചനോട് ആര് പറയും? അത് ചേട്ടൻ പറഞ്ഞാ മതി. ഞാൻ അതിന് പറയണം. credit ചേട്ടൻ മാത്രം. അപ്പച്ചാ, അപ്പച്ചാ, ഓയ് അപ്പച്ചാ, ആ. ഇങ്ങോട്ട് വന്നേ അപ്പച്ചാ. എന്താണ് ഇങ്ങോട്ട് വന്നേ. ആ. ഇങ്ങോട്ട് വാ. ആ. അപ്പച്ചാ, ആ. ഒരു സന്തോഷ വാർത്ത. സന്തോഷ വാർത്ത? അപ്പച്ചന് ആ. അമേരിക്ക പോകാനുള്ള ഒരു അവസരം. ആണോ? ആ, അപ്പച്ചന് തമ്പോലടിച്ച്. ആണോ? ആ, ബോബൻ കുഞ്ചാക്കോന്റെ കൂടെ അപ്പച്ചന് അമേരിക്കക്ക് പോവാ. ആണോ? അമേരിക്കയിലെ ഡൽഹിയിലെ എവിടെ വേണേ പോവാ. പക്ഷെ 10 പൈസ ഞാൻ മുടക്കൂല. ഓ, എന്റെ ദൈവമേ. അപ്പച്ചനൊന്നും കൊടുക്കണ്ട. ഇത് ഫ്രീ ആയിട്ട് പോകുന്നതാണെന്ന്. ആണോ? എന്നാ ഞാൻ റെഡി. ഇത് നമുക്ക് ആകാശമാക്കാം. എടിയേ, ഒന്ന് വന്നേടി ഇവിടെ. യ്യോ, എന്റെ ചേട്ടൻ ഇങ്ങനെ മല മാതിരി നിന്നാ മതി. ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൂടെ എനിക്ക് ചേട്ടനാ. മാത്രമേ നിനക്കും ചെയ്യാലോ ഇതൊക്കെ. അയ്യോ, ഇതൊക്കെ ഒന്ന് മര്യാദക്കാക്ക്. ഇതൊക്കെ ഒന്ന് വെച്ചേ, മര്യാദ വെച്ചേ. ചേട്ടോ ആ. ഒക്കെ റെഡിയാണ് സാധനം. എല്ലാ സാധനങ്ങളും റെഡിയാണ്. പള്ളിയിലച്ഛൻ ഇപ്പൊ തന്നെ വരും കേട്ടാ. പള്ളിയിലച്ഛൻ വന്നു. ദേ പള്ളിയിലച്ഛൻ എത്തിയല്ല. പറഞ്ഞു തീർന്നില്ല, പള്ളിയിലച്ഛൻ എത്തി. ഈശോമിശിഹായ്ക്കും അല്ല, സ്തുതിയായിരിക്കട്ടെ. അപ്പച്ചനവിടെ? അപ്പച്ചാ, അപ്പച്ചാ. അടിപൊളിയായിട്ടുണ്ടല്ലോ. അച്ഛോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ പൈലിച്ചേട്ടാ. നമുക്കെന്നറിയാം നമ്മുടെ ഇടവകയിലെ പൈലിച്ചേട്ടനെ കുറിച്ച്. പൈലിച്ചേട്ടനെ ഇന്ന് നമ്മൾ അമേരിക്കയിലേക്ക് അയക്കണ ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. പൈലിച്ചേട്ടനെ കുറിച്ച് പറയാമെങ്കിൽ ഈ നാട്ടിലൊരു നല്ല മനുഷ്യനാണ് പൈലിച്ചേട്ടൻ. പൈലിച്ചേട്ടൻ ഇന്ന് ആരുടെ കൂടെയാണ് അമേരിക്കയ്ക്ക് പോണത്? നമ്മളുടെ നടൻ കുഞ്ചാക്കോ ബോബൻ്റെ കൂടെയാണ് അമേരിക്കയ്ക്ക് പോണത്. ഈ കുഞ്ചാക്കോ ബോബൻ ആരാണ്? സൂപ്പർ സ്റ്റാറാണ്. എത്ര പടങ്ങളിലാണ് കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചിരിക്കുന്നത്? പേര് പറയുകയാണെങ്കിൽ ദേവാസുരം, ആറാം തമ്പുരാൻ, രാവണ പ്രഭു, പെരിച്ചാഴി. കേക്ക് മുറിച്ച് ഈ ചടങ്ങ് ആഘോഷമാക്കാം. കേക്കാ കൊടുക്കാം. Happy journey to you. ഇനി മതി. അത് മടിക്കുത്തി കുത്തിക്കത്. ഇനി മുത്തം കൊടുക്കൽ ചടങ്ങാണ്. മുത്തം കൊടുക്കാനുള്ളവരെല്ലാം പൈലിച്ചേട്ടന് ഓരോരുത്തരായി വന്ന് മുത്തം കൊടുക്കൂ. അച്ഛോ, ഞാൻ കുഴിയിലേക്കല്ല പോണത്, അമേരിക്കയിലേക്കാണ്. കൊടുക്കുമോളെ. മോളെ. അപ്പാ, അപ്പാ. മക്കളെ, അപ്പാപ്പ യാത്ര ആകട്ടെ. അപ്പാടാ.
അപ്പൊ നമുക്ക് പോവാം. മുരളിയേ, ആ കാറിലേക്ക് കൊണ്ടോ ഡ്രസ്സൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കാം. മുരളിയേ. അയ്യോ എന്റെ ഈശ്വരാ, അങ്ങനെ നിങ്ങളുടെ അപ്പന്റെ ശല്യം ഇതോളം തീർന്ന്. അതെ. അല്ല ഇനി എങ്ങനെ ഇങ്ങനെ തിരിച്ചു വരുമോ? ഒരിക്കലുമില്ല. അവിടെ ചെന്നോടനെ പാസ്പോർട്ട് കത്തിച്ചാലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ ചേട്ടന്റെ ഓരോ ബുദ്ധി ചേട്ടാ. എടിയേ, എന്റെ ചേട്ടാ, ഇന്നല്ലേ നാൻസിനെ പെണ്ണ് കാണാൻ വരുന്നത്. ചേട്ടൻ ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? ദൈവമേ, കാറ് വന്ന് നിന്നിട്ടുണ്ടല്ലോ. അയ്യോ ദേ. ആ അതേ കാറ് വന്ന് നിന്നിട്ടുണ്ട് അല്ലേ? അവരാന്ന് തോന്നണ്ടാ. ഒരു സന്തോഷ വാർത്ത. അല്ല ഇവിടെ എന്താ പരിപാടി? ഇവിടെ നാൻസിനെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അതെ, എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഭയങ്കര വാർത്ത. ദേ നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ. ദേ ഒരാള് വന്നാണ്ട. അയ്യോ, മനസ്സിലായ? ഇത് പൈലിക്കുട്ടി ചേട്ടൻ, നിങ്ങളുടെ അപ്പൻ. ഞങ്ങളുടെ അപ്പനാണിത്. ഇതെങ്ങനെ സംഭവിച്ചു? അതെ, ഈ അപ്പനുണ്ടല്ലോ തമ്പോലെ അടിച്ച് നമ്മുടെ ബോബൻ കുഞ്ചാക്കോന്റെ കൂടെ അമേരിക്കയിലേക്ക് പോയില്ലേ? അതെ, അവിടെ ചെന്നപ്പോ അവിടെ ഒരു തമ്പോല. അതും ആരുടെ കൂടെയാണ്? അമേരിക്കയിലെ ഒരു നടിയുടെ കൂടെ ഇന്ത്യയിലേക്ക് തിരിച്ച് യാത്ര. നോക്കിയേ, വേറൊരാളും കൂടി ഉണ്ട് കാണാ. ഹായ് ഡാർലിംഗ്, കം ഓൺ. കൊള്ളാട്ട ഈ പരിപാടി. എടാ, ഇന്നത്തെ കൊണ്ട് ഈ അപ്പൻ തമ്പോല കളി നിർത്തി. അപ്പൊ ഇതാ ഇതാ ഇന്ന് മുതൽ നിങ്ങളുടെ മമ്മി. അയ്യോ